പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം, പഴയൊരു വാക്യം. അതിന് മോശെ, അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ അവനോട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് മതി, ഒരു വടിയെന്ന് അവൻ പറഞ്ഞു. ഇതുവരെ എത്രയോ പ്രാവശ്യം ഈ വാക്യം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലൊരു പുതിയ ചിന്ത എന്താണ്, ഇവിടെ ഇരിക്കുന്ന പലരും പല പ്രാവശ്യം അത് കേട്ട് കാണും. ഞാൻ ആദ്യമായിട്ട് ആ രീതി ചിന്തിക്കുന്നു. ദൈവം എൻ്റെ മനസ്സിൽ തന്ന ഒരു ചിന്തയാണ്. അതാ പ്രസംഗ വിഷയം. ദൈവം പ്രവർത്തിക്കാൻ എപ്പോൾ തീരുമാനിച്ചാലും ഒരു ദൈവിക രീതിയുണ്ട്. ആ രീതി വിട്ട് ദൈവം ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. ഒന്ന്, ദൈവത്തിൻ്റെ സമയം. കർത്താവിൻ്റെ സമയമാകാതെ പലപ്പോഴും ദൈവം ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. നമ്മുടെ സമയമായാലും കർത്താവിൻ്റെ സമയമാകാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ. കാനാവിലെ കല്യാണത്തിൽ വെച്ച് വീഞ്ഞ് തീർന്നുപോയി. മറിയ വളരെ വിഷമിച്ചു. കാരണം ആ കുടുംബക്കാരുടെ വിഷമമെല്ലാം കണ്ട് മറിയക്ക് ഭയങ്കര പ്രയാസമായിപ്പോയി. എന്നിട്ട് വന്ന് കർത്താവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. കർത്താവിൻ്റെ മറുപടി, എൻ്റെ സമയമായില്ല. എന്ത് ചെയ്യും? എൻ്റെ സമയമായില്ല. അപ്പോൾ കർത്താവിനോട് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ കർത്താവിൻ്റെ സമയമാകാതെ, അതുകൊണ്ടാണ് പലരും ഈ പിന്മാറ്റത്തിൽ പോകുന്നത്. കാരണം അവരുടെ സമയത്തിന് കർത്താവ് പ്രവർത്തിക്കാത്തത് കൊണ്ട് അവർക്ക് വലിയ സങ്കടമാണ്. അവിടെ ആരാധന എന്ന വിഷയമുണ്ടാകുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണോ അതോ ദൈവത്തിൻ്റെ മേൽ അധികാരം ചലിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ കൂടി നടക്കുന്നവരാണ്? ദൈവത്തെ ആരാധിക്കുന്നവർ പറയും, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പിന്നെ കർത്താവിനെ കൊണ്ട് പ്രയോജനമുണ്ട്, അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം, അതുകൊണ്ട് ദശാംശം ഇടുന്നവർ, അങ്ങനെ ആരാധിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അങ്ങ് മാറും. കാരണം യഥാർത്ഥ ആരാധന നമ്മുടെ പാട്ടിൽ ഒതുങ്ങുന്നതല്ല. യഥാർത്ഥ ആരാധന നമ്മുടെ ചാട്ടത്തിൽ നിൽക്കുന്നതല്ല. യഥാർത്ഥ ആരാധന നമ്മുടെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഒതുങ്ങുന്നതല്ല. അതെല്ലാം ആരാധനകളുടെ ഓരോ പ്രകടനങ്ങളാണ്. എന്നാൽ ആരാധനയുടെ പൂർണ്ണ അർത്ഥം വരണമെങ്കിൽ ദൈവസമയത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കീഴ്പ്പെടുന്ന മനോഭാവം ആരാധനയുടെ ഒരു വലിയ വിലപ്പെട്ട അംശമാണ്. പ്രൈസ് ദി ലോർഡ്. പലതും ദൈവത്തിൻ്റെ സമയത്തിനാണ് ചെയ്യുന്നത്, ദൈവത്തിന് ഇഷ്ടം. അങ്ങനെ ഒരു വിഷയത്തിലാണ് മോശയും ദൈവം തമ്മിലൊരു പ്രശ്നമുണ്ടായത്. കാരണം മോശയുടെ സമയമായെങ്കിലും ദൈവത്തിൻ്റെ സമയമായില്ല. അങ്ങനെ മോശ ഒരുത്തിനെ തല്ലിക്കൊന്നു, അവിടുന്ന് ഓടിപ്പോണ്ടി വന്നു. അങ്ങനെ 40 കൊല്ലം ഫറവോൻ്റെ മോനായി. അത് കഴിഞ്ഞ് അടുത്ത 40 കൊല്ലം മിദ്യാനിലെ അമ്മായിയപ്പൻ്റെ മോനായി. ഇങ്ങനെ അതൊരു വലിയ ദുഃഖമാണ്. കാരണം മിസ്രൈമിൻ്റെ ഫറവോൻ്റെ മോനായ ശേഷം മിദ്യാനിലെ അമ്മായിയപ്പൻ്റെ മോനായി ജീവിക്കുന്നത് ഇറ്റ്സ് എ കോൺട്രാസ്റ്റ്, ഭയങ്കര കോൺട്രാസ്റ്റ്. ഈ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലോട്ട് പോകുന്നത് പോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ ഭരിച്ച ശേഷം കുറച്ച് ആടിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ദൈവം നേരിട്ടിറങ്ങി വന്നത്. കാരണം പ്രവാചകനെ വല്ലതും അയച്ചാൽ അന്നേരം തല്ലിക്കൊല്ലും. ഒരുത്തിനെ കൊന്നേച്ച് ഇങ്ങോട്ട് വന്ന ആ വാശി ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം നേരിട്ട് പർവ്വതത്തിൽ വന്നത്. കാരണം ഇവൻ്റെ മനസ്സിലെ ഫീലിംഗ് അത്ര സ്ട്രോങ്ങാണ്. ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്തു. മിസ്രൈമിൻ്റെ നിക്ഷേപങ്ങളെ നിന്നയായിട്ട് എണ്ണി ഇവിടുന്ന് പോയാൽ മതി, കാണാത്ത ദേശത്തിലേക്ക് പോകണം എന്നൊക്കെയുള്ള പ്ലാനിൽ എതിരെ നിന്ന മനുഷ്യനെല്ലാം തല്ലിക്കൊന്നു. എന്നാലും ഞാൻ നിന്നപ്പോൾ ദൈവം എൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്നുള്ളൊരു ഭാരം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി തന്നില്ലല്ലോ. ഞാൻ കർത്താവിന് വേണ്ടി നിന്നിട്ട് ഇങ്ങനെ ഈ ചിന്താഗതി ഉണ്ടായ അനേക പ്രവാചകന്മാർ ബൈബിളിലുണ്ട്. ഒന്ന് ഏലിയാവ് വളരെ വിഷമിച്ചു പോയി. കാരണം കർത്താവെ, എനിക്ക് ഇസബേലിൻ്റെ വാക്ക് കേട്ടപ്പോൾ ദുഃഖം തോന്നിയെങ്കിലും ഇസബേലിൻ്റെ വാക്കിൽ ദുഃഖം വരുവാൻ അനേക കാരണങ്ങളുണ്ട്. ഒന്ന് ഇസബേലിനോടുള്ള ഭയം, കാരണം അതൊരു ഭ്രാന്തിയായിരുന്നു. പറഞ്ഞത് മാത്രമല്ല, പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്യും. അപ്പോൾ ആർക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ തല പോകുമെന്ന് പറഞ്ഞ് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. അപ്പം ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോൾ ഏലിയാവിനൊരു പേടി. കാരണം ആരെടുത്ത് വാളും കൊണ്ട് വെട്ടിയാലും തല പോകും. അപ്പം ആ ഒരു പേടിക്ക് തീർച്ചയായിട്ടും ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളെല്ലാം വലിയ ദുഃഖം
700 പ്രവാചകന്മാരെ ഓബദ്യാവ് സൂക്ഷിച്ചിരുന്നു എന്ന് ഓബദ്യാവ് പറഞ്ഞത് ഏലിയാവിനറിയാം, അല്ലേ? അല്ല, 7000 പേരെ ദൈവം ശേഷിപ്പിച്ചു ദൈവം പറഞ്ഞത്. 100 പ്രവാചകന്മാരെ ഓബദ്യാവ് അവിടെ സൂക്ഷിച്ചിരുന്നു എന്ന് ഓബദ്യാവ് പറഞ്ഞു. അത് ഏലിയാവിനറിയാം. ഇത്രയെല്ലാം ജയമുണ്ടായിട്ട് പോരാട്ടമുണ്ടായപ്പോൾ അതിനകത്ത് ഒരുത്തൻ പോലും വന്ന് കർത്താവ് അല്ല പ്രവാചക ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. അതൊരു വലിയ പ്രയാസം. അതുകൂടാതെ കർത്താവിന് ഇഷ്ടം തോന്നിയപ്പോൾ തീ ഇറക്കി. കർത്താവിൻ്റെ സമയത്തിന് ഞാൻ ചലിച്ചു. എന്നെ വഴക്ക് പറയാൻ ഇസബേൽ വന്നപ്പോൾ ദൈവം എന്താ ഒന്നും ചെയ്യാനെന്നുള്ളൊരു പ്രയാസം ഏലിയാവിനുണ്ടായ പ്രയാസമാണ്. ഇവിടെ നമ്മൾ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയായിരിക്കും. പക്ഷേ യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം പറയുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമായ, അപ്പൊ നമുക്ക് ഈ സോക്കേടുണ്ടെന്നുള്ള ബൈബിളിലുണ്ട്. ബൈബിൾ ശരിയാണല്ലോ, നമുക്കെല്ലാം ഉള്ളൊരു കുഴപ്പം. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും, ദൈവസമയം മനസ്സിലാക്കാതെ നമ്മുടെ സമയമാണ് ദൈവസമയം എന്നുള്ള ചിന്താഗതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ ഉണ്ടാകാതെ ക്ഷീണിച്ച അനേക വ്യക്തികളെ കാണാം. അതിലൊരാളായിരുന്നു മോശ. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു മോശ. മോശയ്ക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് 80 വയസ്സായി. 80 വയസ്സായപ്പോൾ ആടിനെ തീറ്റി നടക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം റിട്ടയർമെൻ്റ് എന്ന വാക്കിൻ്റെ ഒരു പര്യായ പദം ഡെഫിനിഷൻ കേട്ടു. എനിക്ക് വളരെ രസം തോന്നി. വെൻ യു ആർ സ്മാർട്ട് ടു ഏൺ ഗുഡ് സാലറി and then you are good for nothing. When you are smart, നല്ല ഒരു ശമ്പളത്തിന് കഴിവുള്ളവനായിരിക്കുമ്പോൾ നീ ജോലിക്കാരന് ആ കഴിവ് പോകുന്നൊന്നെ വിളിക്കുന്ന ഗോൾഡൻ പേരാ റിട്ടയർമെൻറ്റ്. എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇനി പ്രയോജനമില്ലെന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്തൊരു വാക്യമാണ് റിട്ടയർമെൻറ്റ്. കിങ് ജെയിംസ് വേർഷനിലില്ല. ഞാൻ നോക്കിയായിരുന്നു. ബൈബിളിൽ റിട്ടയർമെൻ്റ് എന്നുള്ള പദമില്ല. അവസാന ശ്വാസം വരെ നാം ദൈവത്തെ സേവിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അവസാന ശ്വാസം വരെ നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള പ്ലാൻ നമ്മുടെ അവസാന ശ്വാസം വരെ. അങ്ങനെ ഒരു കമ്പനി ഈ ഭൂമിയിലില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഏത് കമ്പനി ജോലിക്കെടുത്താലും അന്നേരമേ പറയും ഇത്രയും കൊല്ലം മതി, കാരണം അത് കഴിഞ്ഞ് നീ ജീവനോടുണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ എൻ്റെ അടുത്തുനിന്ന് പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ചു അനുഗ്രഹമായി, എനിക്കിപ്പോൾ ജോലി കിട്ടി, നല്ല സന്തോഷം. ഞാൻ പറഞ്ഞു അതായിരിക്കും ഞായറാഴ്ച കാണാനില്ല എന്ന് പറഞ്ഞു. അതെ ഒത്തിരി ബിസിയാണ്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, നിനക്ക് കല്യാണ സമയമാണെന്നുണ്ടെങ്കിൽ ബോസിനോട് പറയണം, ഞങ്ങളോട് പറയണ്ട, അങ്ങ് ഓഫീസ് വെച്ച് കല്യാണം നടത്തിക്കും. പിന്നോട് ഈ ചാകുന്നുണ്ടെങ്കിൽ അവരോട് അങ്ങ് കുഴിച്ചിടാൻ പറയണം, ഇങ്ങോട്ട് വരരുത്, കാരണം നീ ഇപ്പോൾ ഒത്തിരി ബിസിയാണല്ലോ. നീ ബോസിനെ സേവിച്ചേച്ച് ഞങ്ങൾ ഈ പണിക്ക് വരത്തില്ല, ബോസ് കുഴിച്ചിട്ടുള്ളൂ. ഉടനെ അവൻ എന്നോട് പറഞ്ഞു പാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലായി, ഇന്ന് വരെ ലോകത്തിൽ ഒരിടത്ത് പോലും ഒരു ബോസും ആരെയും കുഴിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. കൊല്ലും പക്ഷെ കുഴിച്ചിടത്തില്ല. അത് സ്നേഹമുള്ളവരേ ചെയ്യത്തുള്ളൂ. എത്ര കമ്പനിയാണെങ്കിലും ശരി, നിന്റെ അവസാന ശ്വാസം വരെ നിന്നെ നോക്കുവാൻ വാഗ്ദത്തം പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരുവൻ നിത്യനായ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അങ്ങനൊരു ദൈവിക വിളി മോശയുടെ മേലുണ്ടെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ മോശ ഇറങ്ങി. 80 വയസ്സായി, 80 years old. അങ്ങനെ നടക്കുമ്പോൾ ഇതാ ഒരു വലിയ തീ, ആ അഗ്നിയുടെ നടുവിൽ ദൈവം ഇറങ്ങി സംസാരിക്കുന്നു, ദൈവദൂതൻ ഇറങ്ങി സംസാരിക്കുന്നു. ആ സംസാരം കാണാൻ വേണ്ടി അടുത്ത് ചെന്ന മോശയോട് ദൈവം പറഞ്ഞു, മോശെ ഇനി അടുത്ത് വരണ്ട, ഇത്രയും വന്നത് മതി. നിന്റെ കാലിലെ ചെരുപ്പ് ഊരി ത്രോ ഇറ്റ്, കാസ്റ്റ്, ത്രോ, എറിഞ്ഞു കളയുക. ചെരുപ്പ് ഊരി എറിഞ്ഞു. കാരണം നിൽക്കുന്ന ഭൂമി വിശുദ്ധമാണ്. അന്ന് അവന് മനസ്സിലാകുന്ന ഭാഷ അതാണ്. അതുകൊണ്ട് ദൈവം ആ ഭാഷയിൽ സംസാരിച്ചു, എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞ് ദൈവം മോശയോട് പറഞ്ഞു, മോശെ ഞാൻ നിന്നെ അയക്കാൻ പോവുക. നീ തന്നെ പോകുന്നതിലും ഞാൻ അയക്കുന്നതിലും വ്യത്യാസമുണ്ട്. നമ്മൾ അനേകർ പല പ്ലാനുകൾ ചെയ്തേച്ച് കർത്താവിനോട് പറയും കർത്താവെ അനുഗ്രഹിക്കണേ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്ന എന്താ നീ കണ്ടുപിടിച്ച് അത് ചെയ്യുക, അപ്പോൾ അതിൻ്റെ മേൽ അനുഗ്രഹമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഫൈൻഡ് ഔട്ട് വാട്ട് ഐ ഹാവ് ബ്ലെസ്ഡ്. ഞാൻ അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്ന വാഗ്ദത്തമേതാ, നിനക്ക് വേണ്ടി ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്ന എൻ്റെ ഹിതമേതാ, അത് നീ മനസ്സിലാക്കി അതിലേക്ക് കയറിയാൽ നീ ഒന്നും അറിയണ്ട, തന്നെ നിനക്ക് വേണ്ടി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പിന്നെ സ്വന്തമായ പ്ലാനുകൾ ചെയ്ത ശേഷം കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും, ഇല്ലെന്നല്ല, പക്ഷെ രണ്ടും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. അങ്ങനെ മോശയെ ദൈവം വിളിച്ചേച്ച് പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ നിന്നെ അയക്കാൻ പോവാ.
എനിക്ക് അതിനകത്ത് 3-ാം അധ്യായം 10-ാം വാക്യം, ഐ കനോട്ട് ഫർഗെറ്റ്, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, കം നൗ ഐ വിൽ സെൻഡ് യു, ഇപ്പോൾ വരിക, ഞാൻ നിന്നെ അയക്കട്ടെ. ഹല്ലേലൂയ. നീ വന്നിരിക്കുന്ന അടുപ്പം പോരെ മോശെ, നിന്നെ അയക്കണമെങ്കിൽ അല്പം കൂടെ അടുത്തോട്ട് വരണം. നീ ശാരീരികമായി വന്നത് മതി, അവിടെ നിൽക്കുക. എന്നാൽ അതിനേക്കാൾ കൂടുതലൊരു മാനസിക അടുപ്പം നമ്മൾ തമ്മിൽ ഉണ്ടാകണം. അതുകൊണ്ട് അടുത്തോട്ട് വരിക, ഞാൻ നിന്നെ അയക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ അയക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നവർ ദൈവത്തോട് അടുക്കുവാൻ തയ്യാറായിരിക്കണം. ദൈവിക അത്ഭുതങ്ങളോട് മാത്രമല്ല, ദൈവിക നന്മകളോട് മാത്രമല്ല, ദൈവികമായ വ്യക്തിത്വത്തോട്, ദൈവത്തോടുള്ള സംസർഗത്തിൽ അടുത്തു വരുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിനോടുള്ളൊരു താല്പര്യം കാണിക്കണം. അങ്ങനെ മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അയക്കാൻ പോകും. അപ്പോഴത്തേക്ക് മോശയുടെ പ്ലാൻ തിരിഞ്ഞു. 40 കൊല്ലം മുമ്പുള്ള പ്ലാനും 40 വർഷത്തിന് ശേഷമുള്ള പ്ലാനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം മോശ ഇപ്പം പോകാനുള്ള പ്ലാനിലൊന്നും അല്ല. പുള്ളി ഇപ്പം എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ കഴിഞ്ഞുകൂടി അങ്ങ് പിതാക്കന്മാരോട് ചേരാനുള്ള പ്ലാനാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പം അയക്കാം. ഉടനെ മോശയ്ക്ക് തടസ്സമായി. നോക്കിക്കോണേ, മോശയുടെ സമയമായപ്പോൾ ദൈവസമയമായില്ല, ദൈവസമയമായപ്പോൾ മോശയുടെ സമയം പോയി. ഇങ്ങനെ പലർക്കും അല്ലേ, പ്രാർത്ഥിച്ചപ്പോൾ നടന്നില്ല, ഇപ്പം നടന്നു വന്നപ്പോൾ ദൈവം എനിക്കിഷ്ടവുമല്ല. ഇറ്റ്സ് വെരി ഫണി അല്ലേ, പലപ്പോഴും പ്രാർത്ഥിച്ച് കർത്താവിന് വേണ്ടി കൊടുക്കാൻ വലിയ താല്പര്യം. അന്ന് പൈസ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം കൊടുക്കാൻ പ്ലാൻ ഇല്ലാത്തപ്പോഴാണ് വലിയ ജോലിയും അനുഗ്രഹവും. എന്ത് ചെയ്യും? പ്രായോഗികമായി നമ്മൾ ആലോചിക്കുമ്പം വളരെ സത്യമാണ്. മോശയുടെ ആ ഒരു അനുമാനം, ആ ഒരു മാനസിക നില നമുക്ക് മനസ്സിലാവും. ഇപ്പം മോശയുടെ സമയമല്ല. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേ. കൊണ്ട് മോശ പറഞ്ഞു, ഞാൻ വിക്കനായ മനുഷ്യനാണ്. നോക്കണേ അവൻ്റെ താഴ്മ. പലരും ദൈവത്തോട് താഴ്മ പറയുന്നത് ഉഴപ്പാൻ വേണ്ടിയാണ്. യെരമ്യാവ് പറഞ്ഞു, ബാക്കിയുള്ളവനെല്ലാം കല്ല് എറിഞ്ഞു കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ബാലനല്ലോ, എന്തിനാ എന്നെ ഇപ്പോഴേ കൊല്ലുന്നത്? എനിക്ക് സംസാരിക്കാൻ അറിയാം. ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ കാണും. നമ്മളിൽ പലരുടെയും താഴ്മ യഥാർത്ഥ താഴ്മയായിരിക്കണം എന്നില്ല. പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിൽക്കാൻ ഒക്കാത്തതിനുള്ള ഒരു എക്സ്ക്യൂസ് ആയെന്ന് വരാം. ദൈവം മോശയോട് കോപിച്ചു. കോപം, എനിക്ക് വളരെ രസം തോന്നി ആ വാക്യം വായിച്ചപ്പോൾ. അപ്പോൾ കോപത്തിൽ പാപമില്ല, കാരണം ദൈവം കോപിച്ചു. നിങ്ങൾ ചിലർ ഇങ്ങനെ കോപിക്കുന്ന എനിക്ക് കാണാം. ഇന്ന് ഉഴപ്പുന്ന ലക്ഷണമാണെന്നല്ലോ. അല്ല, ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകണം. ആ വാക്യം, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്, വളരെ രസകരമായൊരു വാക്യമാണ്. നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ദൈവത്തിന് അറിയാൻ വയ്യ കയ്യിൽ എന്തുവാണ്. അതിലേക്ക് വരാം നമുക്ക്. ദൈവം എന്തിനാണ് ചോദിക്കുന്നത് നിൻ്റെ കയ്യിൽ എന്തുവാണ്? ദൈവം കോപിച്ചേച്ച് പറഞ്ഞു, മനുഷ്യൻ്റെ വായ ഉണ്ടാക്കിയത് ആരാ? മോശയ്ക്ക് അറിയത്തില്ലേ? അറിയാം. എന്നാലും ദൈവം ചോദിച്ചു, മോശെ നിൻ്റെ വായ ഉണ്ടാക്കിയത് ആരാ? എനിക്കറിയത്തില്ലേ, പോ. നോക്കിക്കോണേ, സ്നേഹമായിട്ട് ദൈവം അയക്കാൻ വന്നതാ. ഈ പറഞ്ഞത് കേൾക്കാഞ്ഞതുകൊണ്ട് വഴക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. ഇതായി ദൈവസമയവും നമ്മുടെ സമയവും തമ്മിൽ ശരിയായില്ലെങ്കിലുള്ള കുഴപ്പം. നമ്മളെല്ലാം പ്രാർത്ഥിക്കും, കർത്താവെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്ന്. പക്ഷേ യഥാർത്ഥം ദൈവഹിതവുമായിട്ട് വരുന്നുണ്ടെ നമ്മുടെ മനസ്സ് മാറും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈയിടെയായിട്ട് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പെണ്ണിനോ ചെറുക്കനോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു പ്രവാചകനെ കൺസൾട്ട് ചെയ്യത്തില്ല. പ്രാർത്ഥിച്ച് ഉറപ്പായി അവർക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എത്ര പ്രവാചകൻ ശരിയാന്ന് പറഞ്ഞാലും അത് ശരിയല്ലെന്ന് പറയുന്ന പ്രവാചകനെ കണ്ടുപിടിക്കുവോളം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കും. കാരണം ഇതെല്ലാം മനസ്സിലെ ഓരോ തീരുമാനങ്ങളാണ്. നമ്മുടെ സമയമാണ് നമുക്ക് വലുത്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ ഈ പ്രസംഗം? അപ്പം മോശയ്ക്ക് ഇങ്ങനെ, മോശയുടെ ഒരു സമയം കഴിഞ്ഞു, ആ ടൈം കഴിഞ്ഞു. ഇപ്പം മോശ എങ്ങനെയെങ്കിലും സമാധാനമായിട്ട്, ഇപ്പം ഓൾഡ് ഏജ് ആണല്ലോ, ഇങ്ങനെ കഴിഞ്ഞുകൂടി സന്തോഷമായി ഇവിടുന്ന് പോകണം എന്നുള്ളൊരു പ്ലാനിലിരിക്കുമ്പോഴാണ് ദൈവം ഒരു വലിയ ഡ്യൂട്ടിയുമായിട്ട് ഇറങ്ങി വരുന്നത്. അതിൻ്റെ കാലം കഴിഞ്ഞു, എൻ്റെ ആ ചുറുചുറുപ്പിൻ്റെ സമയം കഴിഞ്ഞു. നോ, അല്ല മോശെ, നീ എൻ്റെ സമയത്തിലോട്ട് കാല് വെച്ചാൽ നിൻ്റെ പ്രായം മാറും, നിൻ്റെ കണ്ണ് മങ്ങത്തില്ല, നിൻ്റെ ആരോഗ്യം ക്ഷീണിക്കത്തില്ല. 25 വയസ്സുകാരൻ കയറുന്ന മൗണ്ട് നിബോയുടെ മേളിൽ നീ കയറും. 18കാരൻ കാണുന്ന കനാൻ ദേശം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നിന്റെ സമയം വലുതല്ല. നീ എൻ്റെ സമയത്തിലേക്ക് കയറി വന്നാൽ എൻ്റെ സമയത്തുണ്ടാകുന്ന സകല ആനുകൂല്യങ്ങളും നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടു വരും. മറക്കരുത്. ഹല്ലേലൂയ. നിന്റെ അസാധ്യങ്ങൾ അസാധ്യങ്ങളല്ല, അവയെല്ലാം സാധ്യമാണ്. എന്നാൽ അസാധ്യമായതൊന്നുമില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട. കം, വാ. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, മോശയുടെ അടുത്ത ചോദ്യം. ഞാൻ അങ്ങോട്ട് എന്നോണെ അവന്മാർ ചോദിക്കും, ആരയച്ചെന്ന്. പിന്നെ അല്ല, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നോണെ ആരയച്ചെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? വായിച്ചേട്ടാ വാക്യം ഒന്നുകൂടെ, 1-ാമത്തെ വാക്യം. അതിന് മോശ,
അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം മതി മതി മതി. ദൈവത്തിന് അറിയത്തില്ലല്ലോ, കർത്താവിനൊന്നും കാണത്തില്ല. അപ്പൊ മോശ പറഞ്ഞു കൊടുക്കുക, കർത്താവ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, ബിക്കോസ് യു ഡോണ്ട് നോ. കർത്താവിന് അങ്ങേക്ക് അറിയത്തില്ലല്ലോ ഇവിടുത്തെ പരിപാടി എങ്ങനെയാണ്. കർത്താവ് അവിടെ ഇരിക്കുകയല്ലേ, ഞങ്ങളുടെ കാര്യങ്ങൾ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കാം. ഞാൻ അങ്ങോട്ട് ചെന്നോടനെ അവരെല്ലാം ചോദിക്കും, ആരാ നിന്നെ അയച്ചത്? അവർക്ക് ആകെ സംശയമാണ്. എപ്പോഴും പിശാച് പറയുന്ന സത്യവും ദൈവം പറയുന്ന സത്യവും തമ്മിലുള്ള വ്യത്യാസം, പിശാച് പറയുന്ന സത്യം പിശാചിൻ്റെ ഒരു ചിന്താഗതിയിലായിരിക്കും. ദൈവം പറയുന്ന എപ്പോഴും ദൈവത്തിൻ്റെ ചിന്താഗതിയാണ്. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം എടുത്ത് വായിക്കണ്ട, അതിൻ്റെ 17-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, 18-ാമത്തെ വാക്യമായിരിക്കും. ദൈവം ആദമിനോട് പറഞ്ഞു, ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെ ഫലങ്ങൾ നിനക്ക് കഴിക്കാം, എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ കഴിക്കരുത്. അതേ വിഷയം 3-ാം അധ്യായം 7-ാമത്തെ 8-ാമത്തെ വാക്യത്തിൽ, അതോ 3-ാമത്തെ വാക്യത്തിലാണോ, സാത്താൻ വന്ന് ഹവ്വയോട് പറഞ്ഞു, ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം നീ കഴിക്കരുതെന്ന്. നോക്കണം വ്യത്യാസം, ചോദ്യത്തിന്റെ വ്യത്യാസം നോക്കണം. ആ ചോദ്യം കേൾക്കുമ്പോഴേ ഹവ്വയുടെ മനസ്സിലെ ചിന്ത, ഈ ദൈവം ഇതൊന്നും അനുവദിക്കത്തില്ല, അങ്ങനെ ഒരു ചിന്താഗതി വരത്തക്ക ചോദ്യം ചോദിച്ചു. ഉടനെ ഹവ്വ പറഞ്ഞു, അല്ലല്ല അങ്ങനൊന്നും അല്ല പറഞ്ഞേക്കുന്നു, ഒരെണ്ണത്തിൻ്റെ മാത്രം തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ ചോദ്യത്തിൽ തന്നെ അൺനെസസറി ഫീലിങ്സ് ഉളവാക്കും. പിശാചിൻ്റെ ചിന്താഗതികൾ എപ്പോഴും അവിശ്വാസത്തിൻ്റെ ചിന്താഗതികളാണ് എപ്പോഴും. ആ ഒരു ചിന്താഗതിയിലേക്ക് മോശ വന്നു കഴിഞ്ഞു. മോശ പറയുന്നു, ഗോഡ് നല്ല പ്ലാൻ, പക്ഷെ ഇപ്പം സമയം കഴിഞ്ഞു, ഇപ്പം അവർക്ക് അവിശ്വാസമായി, അവർക്ക് ആർക്കും വിശ്വാസമല്ല. ഇപ്പം അവർ ചോദിക്കും, കർത്താവിന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരിക, ഇതാകെ കുളമാവും, എൻ്റെ ദൈവമേ അങ്ങയുടെ പേരിൽ ഞാൻ അവിടെ ചെന്നാൽ അങ്ങയുടെ നാമത്തെ കൂടെ അപമാനിക്കും, അതുകൊണ്ട് വേണ്ട, ഈ പരിപാടി ഒന്നും വേണ്ട. കാരണം അവർ ചോദിക്കും, അവരോട് ഞാൻ എന്ത് പറയും? കർത്താവ് ഇപ്പം എൻ്റെ കൂടെ വരത്തില്ലല്ലോ, അങ്ങ് ഈ പർവ്വതത്തിന് മണ്ടയിരിക്കുക, എനിക്കിപ്പോൾ ഇവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ ഒക്കും, അതും ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് പറയും? അവരിങ്ങനെ ചോദിക്കുകയും ചെയ്യും. അവരുടെ കണ്ടീഷൻ എനിക്കറിയാം, കാരണം കർത്താവിന് അറിയത്തില്ലല്ലോ. നോക്കിക്കോണേ മോശയുടെ വിശ്വാസം. കർത്താവിന് അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പലരും അങ്ങ് വിശ്വാസം മൂക്കുന്നുണ്ട് ഇങ്ങനെ, ഗാഡ് എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മതി, പക്ഷെ ഇങ്ങനെ ആയിരിക്കണം. ഞാൻ ഒരു ദിവസം ബുധനാഴ്ച പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. നടന്ന സംഭവം അനേക വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് അവരാരും ബാംഗ്ലൂരില്ല, അതുകൊണ്ട് പറയുക. അഥവാ നിങ്ങൾ വെബിൽ കൂടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമല്ല. ഈ ഒരു വെനസ്ഡേ പ്രയറിൽ ഒരു ബ്രദർ പ്രാർത്ഥിക്കുക, ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. ഗാഡ് ലെറ്റ് യുവർ വിൽ ബി ഡൺ ലോർഡ്, അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ, എൻ്റെ കല്യാണം ഈ വർഷം നടക്കണം, അങ്ങയുടെ ഹിതപ്രകാരം മാത്രം മതി, എനിക്ക് വേറെ വേണ്ട. ഒരു 4-5 അപ്പം ഞാൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി, അവൻ ഇങ്ങനെ ബഹളമാണ്. അപ്പം ഒന്ന് ഇച്ചിരി ഒരു ഇടം തന്നാൽ എനിക്ക് കൈ നീട്ടാനൊക്കെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഇങ്ങനെ അങ്ങ് കറങ്ങി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഒടുവിൽ പറയുക, ബട്ട് ലോർഡ് താങ്ക് യു ഫോർ ഷീല. അപ്പം എനിക്ക് മനസ്സിലായി, ഇവൻ ഇത്രയും നേരം പ്രാർത്ഥിച്ചതെല്ലാം കർത്താവേ അങ്ങക്ക് വേറെ പ്ലാൻ വല്ലതും ഉണ്ടെങ്കിൽ അത് നടന്നോട്ട്, പക്ഷേ അത് ഷീല ആയിരിക്കണം എന്ന് മാത്രം. നമ്മൾ പലരുടെയും പ്ലാൻ അങ്ങനെ അല്ലേ. ഹല്ലേലൂയ. ഞാൻ പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, കാരണം എനിക്ക് അങ്ങനെ തോന്നിയില്ല. അന്നേരം അവൻ്റെ വിവാഹം നടന്നു, വേറൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹം നടന്നു. ഞാനാ നടത്തി. ഷീലയുടെ നടന്നു കാണും, വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചു കാണും, അതിന് ഞാനില്ലായിരുന്നു അനേക വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം നമ്മളിൽ പലരുടെയും പ്രാർത്ഥന അങ്ങനെ, അതുപോലെ മോശയുടെയും പ്രാർത്ഥന. സമയം കഴിഞ്ഞു, അതുകൊണ്ട് വേണ്ട. ദെൻ ഗോഡ് ആസ്ക്ഡ് ഹിം. അപ്പോൾ ദൈവം ഒരു ചോദ്യം ചോദിച്ചു, മോശ നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി, നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്നാണ് നിന്റെ വിചാരം, നിന്റെ കയ്യിൽ എന്തുണ്ട്? വാട്ട് ഇസ് ഇൻ യുവർ ഹാൻഡ്? നിന്റെ കയ്യിൽ എന്തോ ഒന്നിരിപ്പുണ്ട്. സംതിങ് ഇസ് ദെയർ. നിന്റെ കയ്യിൽ ഇന്നും നീ വിശ്വസ്തത കാണിക്കുന്ന ചില വിഷയങ്ങൾ ഞാൻ കണ്ട ദൈവമാണ്. ഇന്നും നീ വിശ്വസ്തത പുലർത്തുന്ന ചില കാര്യങ്ങൾ നിന്റെ കയ്യിലുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? കർത്താവേ, വടി. എല്ലാവരും പറഞ്ഞോട്ട്, ഉണങ്ങിയ വടി. ആഹാ, അതെന്തിനെ കാണിക്കുന്നത്? നമുക്കെല്ലാം ഇതിനെപ്പറ്റി ആഴമായി അറിയാവുന്നവരാ. ഇടയന്മാർ കുത്തി നടക്കുന്ന നീണ്ട വടി. സാംസ് 23 23-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഭാഷയിൽ, എന്നെ ആശ്വസിപ്പിക്കുന്ന അങ്ങയുടെ വടിയും കോലും, എനിക്ക് ഡയറക്ഷൻ തരുന്ന, ആടുകളെ മേയിക്കുന്ന ഈ വടി. ഈ വടി ഇല്ലെങ്കിൽ ജോലി പോയി. ആടുകൾക്ക് ഈ വടി കാണണം, ഇതിൻ്റെ സ്പർശനം അനുഭവിക്കണം.
എൻ്റെ വ്യക്തിത്വത്തെ കാണിക്കുന്നതായി വടി. അതെല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. കർത്താവ് പറഞ്ഞു മതി, എനിക്കത് മതി. നിന്റെ കയ്യിൽ എന്തുണ്ട് അത് മതി. അത് ചെരുപ്പൂരാൻ പറഞ്ഞ അതേ വാക്ക വടിയിടാനും ദൈവം ഉപയോഗിച്ചത്. വടി എറിഞ്ഞു കളയാൻ പറഞ്ഞപ്പം ചെരുപ്പ് എങ്ങനെ എറിയാൻ പറഞ്ഞോ അതേ വാക്ക, കാസ്റ്റ് ഓഫ്, അതിൻ്റെ ഒറിജിനൽ ഭാഷയിലും അതേ വാക്ക ഉപയോഗിച്ചേക്കുന്നത്. നിന്റെ വടി എറിഞ്ഞു കളയുക എന്ന് വെച്ചാൽ തിരിച്ച് കിട്ടാത്തതുപോലെ അങ്ങ് എറിഞ്ഞോ, എറിയ, അല്ലാതെ താഴോട്ട് വെക്കുകയല്ലായിരുന്നു, എറിഞ്ഞു കളയുക. എല്ലാം കൂടെ ഉള്ളത് ഇതാ. പണ്ടൊരിക്കൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയുള്ളത് എല്ലാം പോയി. ഇപ്പം എല്ലാം കൂടെ കയ്യിലൊരു വടിയുണ്ട്, വടിയേ ഉള്ളൂ ഇപ്പം. അതും എറിഞ്ഞു കളയാൻ പറയും. കയ്യിലെന്തുണ്ട്? വടി, എന്നാൽ അത് കളഞ്ഞേര്. ബട്ട് വാട്ട് ടച്ച് മീ വാസ് ദിസ്. എന്നെ സ്പർശിച്ച ഒരു ചിന്ത ഇതാ. നിർജീവമായ വടി ദൈവസാന്നിധ്യത്തിൽ വീണപ്പോൾ ജീവൻ പ്രാപിച്ചു. നിർജീവമായ വസ്തു ദൈവത്തിനനുസരണമായി സമർപ്പിക്കപ്പെട്ടപ്പോൾ ജീവൻ പ്രാപിച്ചു. അത് പാമ്പായെന്നുള്ള വേറെ വിഷയം, അത് നമുക്ക് പിന്നെ നോക്കാം. ബട്ട് ഡെഡ് ബിക്കേം ലിവിങ്. മരിച്ച കാര്യം നിന്റെ കയ്യിൽ നിന്ന് ദൈവസാന്നിധ്യത്തിലേക്ക് ഇട്ടാൽ ജീവനോടെ എഴുന്നേൽക്കും. നീ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ പിടിയിൽ അത് മരിച്ചതായിരിക്കും. എന്നാൽ നിന്നെ വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ ആ സാന്നിധ്യത്തിലേക്ക് ഇട്ടാൽ നിർജീവമായത് ജീവനോടെ എഴുന്നേൽക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മരിച്ച കാര്യങ്ങൾ പുനർജീവിച്ചത് വേദപുസ്തകത്തിൽ കാണാം. നിർജീവമായ വസ്തു ജീവിച്ചത് വേദപുസ്തകത്തിൽ എവിടെയൊക്കെയുണ്ട്? പറഞ്ഞാട്ട്. മനുഷ്യജീവൻ, മൃഗജീവൻ, വൃക്ഷങ്ങളുടെ ജീവനല്ല. തളിർത്ത വടി നമുക്കറിയാം, ജീവൻ പ്രാപിച്ചു. അതും ഇതിന് സാമ്യമാണ്. സാറ നിർജീവം എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാൽ ജീവിക്കുന്ന ശരീരമാണ്. നിർജീവമായ വസ്തു, അതും മരിച്ചുപോയൊരു വ്യക്തി ജീവിക്കുകയായിരുന്നു, ലാസർ. നിർജീവമായ വസ്തു. അഹരോന്റെ തളിർത്ത വടി. ഇങ്ങനെയുള്ള ചില എടുത്തു നോക്കിയാൽ എല്ലാം ഹാവ് ഗോട്ട് വൺ തിങ് കോമൺ. എല്ലാത്തിനും കോമണായ ഒരു കാര്യമുണ്ട്. കയ്യിൽ പിടിച്ചിരുന്നത് ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തു. അവസാനത്തേത് ദൈവത്തിന് വിട്ടുകൊടുത്തു. മരിച്ചത് ജീവനോട് എഴുന്നേറ്റു. പ്രൈസ് ദ ലോർഡ്. മരിച്ചതുമായി നടക്കുന്ന ചിലരുണ്ട്. ഇന്നും എങ്ങനെയോ ഒക്കെ ജീവിച്ചു പോകുന്നു. ആ എങ്ങനെയോ ദൈവം പറയുന്നു അതും കൊണ്ടുപോവാ, എൻ്റെ സന്നിധിയിലിട, ഒരു വ്യത്യാസം നീ കാണാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പുട്ട് ഇറ്റ് ഇൻ മൈ പ്രസൻസ്. എൻ്റെ സന്നിധിയിലോട്ടൊന്നും ഇടാതെ ആ മരിച്ചത് ഞാൻ ജീവനുള്ളതായി മാറ്റുന്നത് നിന്റെ കൺമുമ്പിൽ നീ കാണുവാൻ പോകുകയാണ്. ഞാൻ നിന്നെ അയക്കുവാൻ പോകുകയാണ്. നിന്റെ കയ്യിൽ എന്തുണ്ട്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? എൻ്റെ സന്നിധിയിലോട്ടിട്. മരിച്ചത് ജീവിക്കുന്നത് നീ കാണും. പ്രൈസ് ദ ലോർഡ്. 40 കൊല്ലമായി എന്നെ അനുസരിക്കാൻ ഇറങ്ങിയതുകൊണ്ട് നിനക്ക് ജീവനുള്ളതെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നിർജീവമായി പോയി അല്ലേ? എല്ലാം നശിച്ചു പോയി അല്ലേ? ആ നിർജീവമായത് എൻ്റെ സാന്നിധ്യത്തിലോട്ടിട്, എൻ്റെ പ്രസൻസിലിട്. നിന്റെ കയ്യിലുള്ളത് എൻ്റെ സന്നിധിയിലോട്ടിട്. ജീവനുള്ള പാമ്പായി തീർന്നു. ഇത്രയും നാളും കൊണ്ടു നടന്നത് ഇതായിരുന്നെന്നുള്ളത് അന്നേരം മോശയ്ക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ അകത്തുള്ള പലതും ജീവനോടെ വന്നാൽ ആകെ ഗതികേട്. പ്രൈസ് ദ ലോർഡ്. കോപത്തിൽ അതിട്ടാൽ കൺട്രോൾ ചെയ്യാൻ ആരും കാണത്തില്ല. ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവം പറഞ്ഞു അതിൻ്റെ വാലെ കയറി പിടിക്കാൻ പറഞ്ഞു. അതിൻ്റെ എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വാലെ പിടിച്ചപ്പം തല കീഴായി പോയി അല്ലേ? അതുവരെ പിടിച്ചിരുന്ന കമ്പിൻ്റെ സൈഡ് മാറി, തല കീഴേയും വാല് മേളിലുമായി മാറി. വ്യക്തിത്വത്തിന് ദൈവം ഒരു വലിയ ആകമാന മാറ്റം കൊടുത്തു. അത് കഴിഞ്ഞ് ദൈവം മോശയോട് പറഞ്ഞു, മോശേ ഇനിയിപ്പം നിന്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക. നിന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നീ ജീവിച്ചാൽ എന്തോ ആവുമെന്നുള്ളതിൻ്റെ തെളിവായി എൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന നിന്റെ കരം നിന്റെ മാറോടൊന്ന് വെക്ക്. കീപ്പ് ഇറ്റ് ഇൻ യുവർ ബോസം. എൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്പർശനം മാറ്റി നിന്റെ സ്വന്തം ചിന്താഗതിയുടെ സ്പർശനം, നിന്റെ സ്വന്തം വികാരങ്ങൾ, നിന്റെ സ്വന്തം തീരുമാനങ്ങൾ, അതിനെ ചിത്രീകരിക്കുന്ന നിന്റെ മാറോട് നിന്റെ കൈയൊന്ന് വെച്ച് എടുത്തു നോക്കിയേ. കുഷ്ഠം പോലെ. അതുകൊണ്ട് മോശെ, ഇനി മുതൽ നിന്റെ വികാരങ്ങൾ വേണ്ട, നിന്റെ പ്രവൃത്തികൾ നിന്റെ ചിന്തകളായിരിക്കരുത്. നിന്റെ കരങ്ങൾ എൻ്റെ സാന്നിധ്യത്താൽ സ്പർശിക്കപ്പെട്ട് എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന കരങ്ങളായിരിക്കട്ടെ. കുഷ്ഠം അവിടെ കാണത്തില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് പ്രസംഗം? ഹല്ലേലൂയ.
Praise the Lord. നിന്നോട് നീ എത്രത്തോളം നിന്റെ പ്രവർത്തികൾ അടുത്തു വെക്കുമോ, the closer you keep your cards to yourself, നിന്റെ തീരുമാനങ്ങൾ നിന്നോട് തന്നെ നീ ചേർത്ത് വെക്കും തോറും നിന്റെ തീരുമാനങ്ങൾ കുഷ്ഠമുള്ളതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ തീരുമാനങ്ങൾ വെളിപ്പെടുത്തരുത്. ഞാൻ നിന്നോട് പറയുന്നത് മാത്രം ചെയ്യാൻ നീ തയ്യാറായാൽ നിനക്കൊരു അത്ഭുതം ഈ കൈകൾ കൊണ്ട് ഞാൻ വെളിപ്പെടുത്തും. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഒരു കുഴപ്പവുമില്ല. ഇനി പറയുന്നത് കേക്ക്. പോവും ഇസ്രായേലിലേക്ക്. നീ വെള്ളമെടുത്ത് നിലത്തേക്ക് ഒഴിച്ചാൽ അത് രക്തമാകും. ഈ കൈക്കകത്ത് ചില അത്ഭുതങ്ങൾ ഞാൻ വെക്കുക. ഹല്ലേലൂയ. യുദ്ധം നടക്കുമ്പോൾ ഈ കൈകൾ നീ ഉയർത്തിയാൽ മതി. കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ കൈയെ മാനിക്കും. നിന്റെ കയ്യിലുള്ളത് നീ എൻ്റെ സന്നിധിയിൽ എറിഞ്ഞാൽ, ഇനി നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ കരങ്ങളെ മാനിക്കും. നിന്റെ കരങ്ങളിലുള്ളതെല്ലാം എനിക്ക് തന്നതുകൊണ്ട് നിന്റെ കൈകളിലെ ശൂന്യതയെ ഞാൻ മാനിക്കും. എത്രയോ കാര്യങ്ങൾ കയ്യിലുള്ളവർക്ക് അസാധ്യമായത് നിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ ഉളവാക്കിയെടുക്കും. Praise the Lord. കയ്യിൽ വാളും കുന്തവും പിടിച്ചവർ നിന്റെ താഴ്വരയിൽ കിടന്ന് യുദ്ധം ചെയ്യുമ്പോൾ നിന്റെ ഒന്നുമില്ലാത്ത കരങ്ങൾ നീ ഉയർത്തിയാൽ താഴ്വരയിൽ ജയം ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിച്ചു തരും. കാരണം പണ്ടൊരിക്കൽ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടിയും കൂടെ നീ എന്റെ സന്നിധിയിൽ കളയുവാൻ തയ്യാറായല്ലോ. അതിന്റെ മര്യാദ ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിനക്കുള്ളത് ഞാൻ നിനക്ക് വേണ്ടി യഹോവ നിസ്സിയ. നിന്റെ കയ്യിലുള്ളത് നീ കളഞ്ഞതുകൊണ്ട് നിന്റെ കയ്യിൽ പിടിക്കാൻ കഴിയാത്തത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ പോകുക. കൈ ഉയർത്തിയാൽ മതി. താഴ്വരയിൽ നിന്റെ കൈകൾ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം. വാവ്. നിന്റെ കയ്യിലുള്ളത് എന്തുവാ? കയ്യിലുള്ളത് എന്തുവാ? എന്തിനെയാ പിടിച്ചിരിക്കുന്നത്? എന്തിനെയാ നീ വഹിച്ചിരിക്കുന്നത്? എൻ്റെ സന്നിധിയിലേക്ക് ഇട്. ആ മരിച്ചതൊന്ന് നിർജീവമായത്, മരിച്ചുപോയത്, ജീവനില്ലാത്തത്, പ്രവർത്തനശൂന്യമായത് ഒന്ന് ജീവിക്കട്ടെ. നിന്റെ കയ്യിൽ എന്തുണ്ട്? ഇപ്പൊ പറ്റിയിരിക്കുന്ന പ്രശ്നം, നമ്മുടെ കയ്യിലൊക്കെ ഒത്തിരി ഉണ്ട്, കൊടുക്കാൻ ബുദ്ധിമുട്ട്. ഇതാ സത്യാവസ്ഥ. ദൈവം അനുഗ്രഹിച്ചപ്പോൾ ഒത്തിരി കയ്യിലുണ്ട്. ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞ് അഥവാ ഇത് തിരിച്ചു കയറി കൊത്തിയാൽ എന്ത് ചെയ്യും? നിന്റെ കയ്യിൽ എന്തുണ്ട്? Put it in my presence. എൻ്റെ സന്നിധിയിൽ ഇട്. ഞാനൊരു അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇതുവരെ നീ കാണാഞ്ഞൊരു മിറക്കിൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. ഇതുവരെ നീ ചിന്തിക്കാഞ്ഞൊരു കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന ദൈവമാണ്. ഈ ഉപവാസ പ്രാർത്ഥന നടുവിൽ ഇടാവുന്നതെല്ലാം ഇട്ടോണം. സ്തോത്രം. ഇടാവുന്നതെല്ലാം ഇട്ടോണം. ദൈവത്തിൻ്റെ കോപം അവിശ്വാസത്തിൻ്റെ മേൽ ജ്വലിക്കുന്നത് നമ്മൾ വായിച്ചാൽ വളരെ രസകരമാണ്. ഒരു വാക്യം കൂടെ വായിച്ചാട്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ആയിരിക്കണം. വായിച്ചാട്ട്. ഹീബ്രൂസ് 3:17 17-18 വായിച്ചാട്ട്. വായിച്ചു. 40 ആണ്ട് അവരോട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമി. മതി മതി. ദൈവം ആരോടാ കോപിച്ചത്? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. 3-ന്റെ ഏത് വാക്യം അത്? 17. 3-17. ദൈവം ആരോടാ കോപിച്ചത്? ഫെലിസ്ത്യരോടായിരുന്നോ? ഇസ്രായേൽ ജനത്തോട്. ദൈവം ഫെലിസ്ത്യരോട് കോപിച്ചില്ല, അമാലേക്യരോട് കോപിച്ചില്ല, കനാന്യരോട് കോപിച്ചില്ല, ഹിത്യരോട് കോപിച്ചില്ല, എബൂസ്യരോട് കോപിച്ചില്ല, RSSനോട് കോപിച്ചില്ല, BJPയോട് കോപിച്ചില്ല, യെഡിയൂരപ്പയോട് കോപിച്ചില്ല, നമ്മളോട് കോപിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നു. 40 കൊല്ലം ആരോടാ കോപിച്ച്? ബാക്കിയുള്ളവരോട് ദൈവം കോപിച്ചില്ല, കോപിക്കാതെ കൊന്നു. കോപിച്ചു കൊന്നതാരെ? ഒന്നുകൂടെ വായിച്ച ആ വാക്യം. ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? എന്നാ പാപമായിരുന്നു? വായിച്ചു. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? എന്നെ അനുസരണക്കേടായിരുന്നു. വായിച്ചാട്ട്. ഇങ്ങനെ അവിശ്വാസ നിമിത്തം. മതി. അവിശ്വാസം അനുസരണക്കേടിനും പാപത്തിനുമെല്ലാം അടിസ്ഥാനം എന്തുവായിരുന്നു? പറഞ്ഞാട്ടെ. അവിശ്വാസം നിമിത്തം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഉദാഹരണം ചോദിക്കുക. ബാങ്കിൽ കയറിയാൽ, ബാങ്കിൽ എല്ലാവരും പോകാറുണ്ടല്ലോ, ATM സെൻറ്ററിലും കാണും. ആരെങ്കിലും ബാങ്ക് മോഷ്ടിച്ചവരിവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ കാണത്തില്ല. ഇതിനോടകം ഇവിടുന്ന് മാറ്റിയേനെ പോലീസുകാർ. ബാങ്ക് മോഷ്ടിച്ച ആരും ഇവിടെ ഇല്ല. എന്താ മോഷ്ടിക്കാൻ? വിശുദ്ധരായോണ്ടാന്നോ? അല്ലെന്ന് ഞാൻ പറയുന്നില്ല.
വിശുദ്ധരായതുകൊണ്ട് മാത്രമല്ല, അത് മാത്രമല്ല, അത് കൂടാതെ അവിടെ നോക്കാൻ ആളുണ്ടെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. മോഷ്ടിക്കാൻ ചെറിയ ബുദ്ധിമുട്ട്. സത്യമല്ലേ? അല്ല, ശരി. അടുത്ത ഉദാഹരണം പറയുമ്പോൾ ഇത് വ്യക്തമാവും. ദശാംശം ചൊവ്വയെ കൊടുക്കാത്തവർ എന്താ ചൊവ്വയെ കൊടുക്കാത്തത്? ഭയങ്കര സ്തോത്രം പറയുന്നവർ ദശാംശം ശരിക്കും ഇടാറില്ല. വൈ? ഭയങ്കരമായിട്ട് ആരാധിക്കും, പക്ഷെ ദശാംശം ഇടത്തില്ല. ഇടുന്നവരുണ്ട്, അവർക്കായി ദൈവത്തിന് സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദൈവത്തിനാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ വലിയ ചാട്ടമൊക്കെ പൈസയുടെ കാര്യം വരുന്നുണ്ട്, തനിനിറം കാണിക്കുന്നവരുണ്ട്, യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നവരുണ്ട്. വൈ? കാരണം എന്തോ? അത് മോഷണമാണ്. മലാക്കി പ്രവചനം 3-ാം അധ്യായം 10-ാം വാക്യം, ദൈവത്തെ മോഷ്ടിക്കുന്ന കള്ളന്മാർ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ബൈബിളിൽ വാക്യമുണ്ട്. അറിയാമോ? എന്താ ആർക്കും ഇത് വാക്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ബട്ട് വൈ ഡു ദേ ഡു ദാറ്റ്? എന്താ ദശാംശം കൊടുക്കുന്ന കാര്യം വരുമ്പോൾ? കാരണം ദൈവം കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം ബാങ്കിൽ പോലീസുകാരൻ കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം പോലില്ല. ബാങ്കിൽ പോലീസുകാർ കാണുന്നു, ഉദ്യോഗസ്ഥന്മാർ കാണുന്നു, ക്യാമറ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ട്. പള്ളിയിൽ കൊടുത്തില്ലേലും ദൈവം കാണുന്നുണ്ടോ ഇല്ലയോ മനസ്സിലായിക്കോളും എന്നൊക്കെയുള്ള പല ചിന്തകളാണ്. വിശ്വാസം അങ്ങോട്ട് അത്ര പോരാ. അവിശ്വാസം ആ പാപത്തിന് കാരണം. പല ഉദാഹരണങ്ങൾ പറഞ്ഞ് തെളിയിക്കാം. പല പാപങ്ങൾക്കും അനുസരണക്കേടിനും കാരണം അവിശ്വാസമാണ്. മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? അവിശ്വാസം. ദൈവം പറഞ്ഞത് സത്യമാണോ? ദൈവം സത്യമായിട്ടത് പറഞ്ഞോ? ടിക്കറ്റ് എടുക്കാതെ ബസ്സിൽ യാത്ര ചെയ്യാത്തവർ ഒരിക്കൽ പോലും ടിക്കറ്റ് എടുക്കാതെ ബസ്സിൽ യാത്ര ചെയ്യത്തില്ല. അത്ര ബഹുമാനമല്ല, പിടിച്ചാൽ നാണക്കേടാന്നുള്ളൊരു പേടിയാണ്. കാരണം അവർക്ക് വിശ്വാസമാണ് പിടിക്കുമെന്നുള്ളത്. അവന്മാർക്ക് ബൈബിൾ എത്ര വായിച്ചാലും സ്നാനപ്പെടാൻ ഇപ്പോഴും അങ്ങോട്ട് മനസ്സാകുന്നില്ല. എന്താ? വിശ്വാസം വന്നിട്ടില്ല. അവിശ്വാസം, ലാക്ക് ഓഫ് ഫെയ്ത്ത്, അൺബിലീഫ്. വിശ്വാസമാണ് നമ്മുടെ പ്രവൃത്തികൾ തീരുമാനിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരു എയ്ത്തിസ്റ്റ്, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവം ഇല്ലെന്ന് വിശ്വസിക്കണമെങ്കിൽ ഒരുപാട് വിശ്വാസം വേണം. കാരണം എവിടെ തിരിഞ്ഞാലും ദൈവത്തിൻ്റെ അടയാളങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയെ പറ്റി അങ്ങ് കംപ്ലൈൻ്റ് ആയ. കാരണം ഈ സ്ത്രീ എപ്പോഴും ജനൽ തുറന്നിട്ട് പ്രാർത്ഥനയാണ്, കർത്താവേ അങ്ങയുടെ നന്മകൾക്കായി നന്ദി, അങ്ങ് ചെയ്ത അത്ഭുതത്തിന്. വിധവയാണ്, ഹസ്ബൻഡ് മരിച്ചുപോയി, മക്കളില്ല, അങ്ങനെ വളരെ പാവപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ കരുണ കൊണ്ടാണ് ജീവിച്ചു വരുന്നത്. അപ്പോൾ ഈ സ്ത്രീ എല്ലാ ദിവസവും കർത്താവിനോട് പ്രാർത്ഥന, യേശുവേ അങ്ങയുടെ നന്മകൾക്കായി. ഈ മനുഷ്യൻ ഇത് കേട്ട് സഹികെട്ടിട്ട് ഒരു ദിവസം അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. ഈ സ്ത്രീ പുറത്തു പോകുന്ന പരുവം നോക്കി എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കു വരുന്ന പരുവത്തിന് പുള്ളിക്കാരൻ ആ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചെടിയുടെ പുറകിൽ ഇരിക്കുക. പക്ഷെ അവിടെ ഇരിക്കുന്നതിന് മുമ്പേ പുള്ളി ഒരു സഞ്ചി നിറച്ച് ആഹാരവും നല്ല കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ആ വാതിലിൻ്റെ മുന്നിൽ വെച്ചിരുന്നു. ഈ സഹോദരി വന്നു, പ്രായമുള്ള സ്ത്രീയാണ്, വന്നു വാതിൽ തുറക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഭയങ്കര സന്തോഷം. എൻ്റെ ദൈവമേ, എനിക്കങ്ങ് തന്ന നന്മകൾക്കായി നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇവൻ ഈ വൃക്ഷത്തിൻ്റെ പുറകിൽ നിന്ന്, ഈ ചെടിയുടെ പുറകിൽ ചാടി എഴുന്നേറ്റിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഞാൻ അതുകൊണ്ട് തെളിയിക്കാൻ വേണ്ടി ഞാനത് വാങ്ങിച്ചു വെച്ചത്. നിങ്ങളുടെ ദൈവമൊന്നുമല്ല അത് വാങ്ങിച്ചു വെച്ചത്, ഞാനാ വ്യക്തിപരമായി അത് വാങ്ങിച്ചു പോയി. ബില്ല് എൻ്റെ കയ്യിലുണ്ട്, ഇതാ ബില്ല്. ഇനി എങ്ങാനും ഈ ദൈവത്തോട് നന്ദി പറയുന്നത് നിർത്ത്. ഞങ്ങളൊക്കെയാണ് നിങ്ങളെ സഹായിക്കുന്നത്, ദൈവമല്ല. ഉടനെ ഈ സ്ത്രീ ആ സഞ്ചി നോക്കി, ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി, എന്നിട്ട് പറഞ്ഞു, കർത്താവേ അങ്ങ് തന്നെന്ന് മാത്രമല്ല സാത്താനെ കൊണ്ട് വില്ലു കൊടുപ്പിച്ചല്ലോ. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു മനോഭാവമാണ്. ഇറ്റ് ഈസ് എ ഡിസിഷൻ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദൈവം കാണുന്നു, ദൈവം കൂടുണ്ട് എന്നുറപ്പുള്ളവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നിരിക്കും. ദൈവം കൂടുണ്ടെന്ന് ഉറപ്പില്ലാത്തവൻ സഭയിൽ ഒരുപോലെയും സഭ കഴിഞ്ഞാൽ വേറെ രീതിയിലും പ്രവർത്തിച്ചിരിക്കും. കാരണം ഇത് വിശ്വാസത്തിൻ്റെ ഒരു ചിഹ്നമാണ്, വിശ്വാസത്തിൻ്റെ ഒരു സൈനാണ് നമ്മുടെ ജീവിതം. ചർച്ചിൻ്റെ അകത്ത് നല്ല ആരാധന, ഭയങ്കര വിശ്വാസം, ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട് ചേഞ്ച് ആകുന്ന ഒത്തിരി പേരുണ്ട്, നമുക്കെല്ലാം ഉണ്ടാകാറുണ്ട് അല്ലേ?
ചർച്ചിൻ്റെ അകത്തുണ്ടായിരുന്നപ്പോൾ ആ മുഴ ഇല്ലായിരുന്നു, സത്യമായിട്ടും ഇല്ലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ അത് പിന്നെയും വന്നിട്ടുണ്ട്. അത് എന്താ? വൈ ഡസ് ഇറ്റ് ഹാപ്പൻ? പല കാരണങ്ങളാൽ ഉണ്ടാകാം. അവിശ്വാസത്താൽ ദൈവം കോപിച്ചു. അവിശ്വാസത്താൽ ദൈവം കോപിച്ചു. ആരുടെ മേൽ? ഇസ്രായേലിന്റെ മേൽ. ഫിലിസ്ത്യന്റെ മേൽ ദൈവം കോപിച്ചില്ല. ദൈവത്തിന്റെ ന്യായവിധി കോപമില്ലാതെ വന്നു. എന്നാൽ ഇസ്രായേലിന്റെ മേൽ ദൈവം കോപിച്ചവരെ നശിപ്പിച്ചു. കാരണം അവിശ്വാസം. ദൈവം മോശയോട് പറഞ്ഞു, മോശെ, നിന്റെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്ന ദൈവമാണ്. നിനക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ ഞാൻ നിന്നോട് സംസാരിച്ചു, നിനക്കത് മനസ്സിലായി. ഐ അപ്രീഷിയേറ്റ് യുവർ ഫെയ്ത്ത്. അതുകൊണ്ടാ നമ്പേഴ്സിന്റെ പുസ്തകം, സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ, എനിക്കൊന്ന് 10-ാം അധ്യായമായിരിക്കും, എവിടെയോ ഒരിക്കൽ വന്നപ്പോൾ പാറയോട് കൽപ്പിക്കുവാൻ ദൈവം പറഞ്ഞു. വടി കയ്യിലെടുത്തോ, പക്ഷെ പാറയോട് കൽപ്പിച്ചാൽ മതി. മോശയ്ക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിപ്പോയി. ദൈവം പറഞ്ഞു, ഞാൻ ആ വാക്യം ഇന്നും എടുത്തു വായിച്ചു. മോശ ആ പാറയെ വടി വെച്ച് അടിക്കാൻ കാരണം എന്താ? കാരണം ദൈവം പറഞ്ഞു, നീ 2-ാമത്തെ പ്രാവശ്യം പാറയോട് കൽപ്പിക്കാൻ പറയുമായിരുന്നു, അടിക്കാൻ പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, വടി കയ്യിലെടുത്തോ, എന്നിട്ട് പാറയോട് കൽപ്പിക്കുക. അപ്പോൾ വടി കയ്യിലെടുത്തോ എന്ന് പറഞ്ഞപ്പം അടിച്ചോളാനുള്ള ഒരു ചിന്ത മോശയുടെ മനസ്സിൽ എങ്ങനെയോ വന്നുപോയി. എന്ത് ചെയ്യാനാ? ഈ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസാണ്. ദൈവം പലപ്പോഴും പല പുതുമകൾ കൽപ്പിക്കും. നമ്മൾ ഈ പഴയത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ ദൈവം പുതുത് പഠിപ്പിച്ചാൽ അത് പഠിക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നത് അവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ദൈവം മോശയെ ശപിച്ചത്. എന്നാൽ മോശയെ ദൈവം അനുഗ്രഹിക്കാനുള്ള കാരണം ഇതായിരുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഉള്ളത് കർത്താവെ നിർജീവമായ വടിയ ഈടന്റെ സന്നിധിയിൽ. ഇന്നപ്പോട്ട് ആട് പോയി മാട് പോയി, ഇനി അമ്മായിയപ്പൻ്റെ മുഖം കാണാനും ഒക്കത്തില്ല. കാരണം വടി കളഞ്ഞു ചെന്ന വീട്ടിൽ കയറ്റുമെന്ന് സംശയമാണ്. അന്നുള്ള അവൻ്റെ വ്യക്തിത്വം പോയി. എല്ലാം കൂടെ എടുത്ത് എറിയുന്ന ഏറില അവൻ കാണുന്നത് നിലത്ത് വീണപ്പോൾ നിർജീവമായത്. എല്ലാരും പറഞ്ഞാട്ട് നിർജീവമായത്. ഹല്ലേലൂയ. നിർജീവമായത് ജീവനോട് എഴുന്നേറ്റ് നിന്നു. ഈ രാത്രിയിൽ ചിലതൊക്കെ നിർജീവമായത് വിശ്വസിക്കുന്ന ഹൃദയങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി ദൈവം ജീവിപ്പിക്കുവാൻ ശക്തനാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാട്ട്. ഹീബ്രൂസ് 4:3 അവസാനത്തെ വാക്യം. 3 വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. മതി കറക്റ്റ് വാക്യമാണ്. വിശ്വസിച്ചവരായ നാമല്ലോ, പ്രാർത്ഥിച്ചവരായ നാമല്ല, ആരാധിച്ചവരായ നാമല്ല. അതെല്ലാം വേണം, അതെല്ലാം ഇതിന്റെ ഘടകങ്ങളാണ്. ഇതെല്ലാം വിശ്വാസത്തിന്റെ പ്രകടനങ്ങളാണ്. പ്രാർത്ഥന, ആരാധന. എന്നാൽ ദൈവത്തിന്റെ റെസ്റ്റിനുള്ള വാക്ക് വിശ്രമം. ദൈവത്തിന്റെ വിശ്രമത്തിൽ കയറിയതാരാ? വിശ്വസിച്ചവർ. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, വിശ്വസിച്ചവർ. ദൈവത്തിന് വിശ്രമമുണ്ട്. ദൈവത്തിന് വിശ്രമം എന്തുവാ? എനിക്കൊന്ന് 4-ാമത്തെയോ 5-ാമത്തെയോ വാക്യത്തിലുണ്ട്. ദൈവം അങ്ങനെ വിശ്രമിച്ചല്ലോ. വായിച്ചാട്ട് ആ വാക്യം 5-ാമത്തെ വാക്യമായിരിക്കും, 4-5. എന്നാൽ 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. ഒരിടത്ത് എന്ന് വെച്ചാൽ അന്നേരം എവിടാന്നുള്ള മറന്നുപോയി. ഒരിടത്ത് എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. മതി. സ്വസ്ഥത എടുത്ത ദൈവം എന്തിനാ സ്വസ്ഥത എടുത്തത്? 7-ാം നാളിൽ ദൈവം എന്തിനാ സ്വസ്ഥത എടുത്തത്? ഇതെല്ലാം കൂടെ ഉണ്ടാക്കി ദൈവം അങ്ങ് ടയേർഡായി. ഒരു ദിവസം പിക്നിക്കിന് പോയേ പറ്റും. ദൈവം അങ്ങ് ക്ഷീണിച്ചു പോയതാണ്. എന്ത് പറ്റി? ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് അങ്ങ് ടയേർഡായി, ഒരു ദിവസം റെസ്റ്റ് എടുത്തേക്കാം എന്നോർക്കുകയായിരുന്നു. അല്ല, നോ, അങ്ങനെ ഒരു ചിന്തയല്ല. ദൈവം റെസ്റ്റ് എടുത്തു എന്നുള്ള പല ചിന്തകൾ. ഒരു ചിന്ത, ദൈവം സൃഷ്ടിച്ച സകലതും അത് അവയുടെ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ അവയ്ക്ക് വിട്ടുകൊടുത്ത സമയമാണ്. 6 days God created. 6 ദിവസം ദൈവം സൃഷ്ടിച്ചു. പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, ജലത്തിലെ വെള്ളത്തിൻ്റെ അകത്തുള്ള മത്സ്യങ്ങൾ, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു. അതാതിൻ്റെ വിത്തുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചേച്ച് ദൈവം റെസ്റ്റ് എടുത്തു. എല്ലാവരും പറഞ്ഞാട്ട് വിശ്രമിച്ചു. വിശ്രമിച്ചു. അത്ഭുതമാത്. ദൈവത്തിന്റെ വിശ്വാസം ഇതാ. ദൈവത്തിനറിയാം ഞാൻ സൃഷ്ടിച്ചത് ഒരു കുഴപ്പവുമില്ലാതെ ഫങ്ഷൻ ചെയ്യും. ദൈവത്തിന്റെ വിശ്രമം പോയത് ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ച ശേഷമാണ്. അതിനു മുമ്പ് ദൈവം വിശ്രമിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ സൃഷ്ടിച്ചത് ഒരു കുഴപ്പവുമില്ലാതെ ഫങ്ഷൻ ചെയ്തോളും. ഞാൻ ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ട് ഭാരപ്പെട്ട് വിഷമിച്ച് എല്ലാം, നദിയൊക്കെ താഴോട്ട് തന്നെയാണ് ഒഴുകുന്നത്, ഏതെങ്കിലും തിരിച്ചു കയറുന്നുണ്ടോ, മല ഉരുണ്ടു പോകുന്നുണ്ടോ,
കാറ്റ് തെറ്റായിട്ട് അടിക്കുന്നുണ്ടോ? ദൈവത്തിന് ഒന്നിനെ പറ്റിയും ഭയമില്ല. ദൈവം വിശ്രമിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവം വിശ്രമിച്ചു. വിശ്വാസത്തിന്റെ ഒരു സിംബോളിക് എക്സ്പ്രഷൻ അത്. നീ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞ്, ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത് അർപ്പിച്ച്, പറയേണ്ടത് പറഞ്ഞ്, ചെയ്യേണ്ടത് ചെയ്ത്, എല്ലാത്തിനും ശേഷം വിശ്രമിക്കാൻ തയ്യാറാകും. ഫലം കാണിക്കുന്ന ദൈവം നിന്റെ മേൽ വിശ്വസ്തയോടെ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. വിശ്രമിക്കാതെ ആങ്ഷ്യസ് ആയിരിക്കുന്നത്, ഭാരപ്പെട്ടിരിക്കുന്നത്, വിഷമിച്ചിരിക്കുന്നത്, വ്യാകുലപ്പെട്ടിരിക്കുന്നത് അവിശ്വാസത്തിന്റെ ഭാഗമായി പലയിടങ്ങളിൽ ബൈബിളിലുണ്ട്. നമുക്കെല്ലാം ഉള്ള കുഴപ്പമാ, നമുക്കെല്ലാം വ്യത്യാസം ഈ വിഷയത്തിൽ വരണം. ദൈവം വരുത്തും. ആമേൻ, ആമേൻ, ആമേൻ. ഇതിനകത്തെല്ലാം ഒരു വളർച്ച ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നു. എന്തിന്? വിശ്രമിക്കുവാൻ. ചെയ്യേണ്ടത് ചെയ്ത ശേഷം വിശ്രമിക്കുവാൻ. എഫെസ് ലേഖനം 6-ാം അധ്യായം വായിച്ചാൽ ആയുധവർഗങ്ങളെല്ലാം ധരിച്ച്, ഇതെല്ലാം ഇട്ട് സാത്താനോട് യുദ്ധം ചെയ്ത ശേഷം, അല്ലേ, വിശ്രമിക്കുവാൻ, നിൽക്കുവാൻ. ടു സ്റ്റാൻഡ്. ആഫ്റ്റർ ഹാവിംഗ് ഡൺ ഓൾ, ടു സ്റ്റാൻഡ്. എല്ലാം ചെയ്തതിന് ശേഷം നിൽക്കുവാൻ. നമ്മളിൽ പലരും എല്ലാം ചെയ്തതിന് ശേഷം ആകെ അങ്കലാപ്പ. പരീക്ഷ എഴുതി പ്രാർത്ഥിക്കണേ, എന്താ അറിയത്തില്ല. പഠിച്ചേച്ചാന്നോ എഴുതിയത്? പ്രാർത്ഥിക്കണം. പഠിച്ചേച്ചല്ലയോ? എനിക്കറിയത്തില്ല. ചെയ്യേണ്ട കാര്യം ചെയ്തോ? ദൈവം പറഞ്ഞത് അനുസരിച്ചോ? then take rest. വിശ്രമിക്കുക. കാരണം ദൈവം ആ വിശ്രമത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ വിശ്വാസത്തിന്റെ അടയാളത്തിന്റെ മേൽ നിർജീവമായതിനെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദൈവം ചിലതിന്റെ മേൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. വിശ്വാസത്തിൽ വിശ്രമിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ചിലർക്ക് തീരുമാനിക്കാം, ഇനി മേലാൽ ചെയ്യേണ്ട കാര്യം ചെയ്തേച്ച് വിഷമിക്കുന്ന പരിപാടിയില്ല. ചെയ്യേണ്ട കാര്യം ചെയ്തേച്ച് ഞാൻ വിശ്രമിക്കുവാൻ പോകുകയാണ്. എന്റെ വിത്തിനെ വളരുമാറാക്കുന്ന ദൈവം അവന്റെ വാഗ്ദത്തം എന്റെ മീതെ അയച്ചിരിക്കുകയാൽ അവന്റെ വായിൽ നിന്നും വീഴുന്ന വചനങ്ങൾ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 11-ാമത്തെ വാക്യമായിരിക്കണമല്ലോ. മഴ പെയ്ത് ഭൂമിയെ നനച്ച് ഭൂമിയിൽ നിന്നും ഹാർവെസ്റ്റ്, വിളവ് ദൈവം കൽപ്പിച്ചാക്കുന്നത് പോലെ, ഭക്ഷിക്കുന്നവൻ ആഹാരവും വിതയ്ക്കുന്നവന് വിത്തും ദൈവം കൽപ്പിക്കുന്ന പോലെ എന്റെ വചനം, എല്ലാവരും പറഞ്ഞോട്ടെ, എന്റെ വചനം അതുപോലെ ആയിരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മഴ പെയ്യുന്നത് എങ്ങനെ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം, കഴിഞ്ഞ ദിവസം ആരോ അത് പറഞ്ഞെന്ന് തോന്നുന്നു, ഇവിടെ ആരോ പ്രസംഗിച്ചായിരുന്നെന്ന് തോന്നുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സോഫ്റ്റ് ആയിട്ട് വീഴുന്ന മഴയെ പറ്റിയാണ്. ഇടിവെട്ടി പെയ്യുന്നതല്ല. അതും വേണം, ആവശ്യമാണ്, ചിലർക്ക് ഒത്തിരി ആവശ്യമാണ്. എന്നാൽ സോഫ്റ്റ് ആയിട്ട് പെയ്യുന്ന ഈ മഴ ഇലകളെ നനച്ച് ഭൂമിയെ നനയ്ക്കും. എന്നിട്ട് ആ മഴയിൽ വിത്തുകൾ വിളയും. വിത്ത് അവിടെ കിടക്കുക, മരിച്ചതുപോലെ കിടക്കുക, ഭൂമിയുടെ അടിയിൽ കിടക്കുക. നമ്മളെ ആ 5 അടി കുഴിച്ചിടും, വിത്തിനെ 1 ഇഞ്ച് കുഴിച്ചിടും. മരിച്ചതുപോലെ കിടക്കുക ഭൂമിയുടെ അടിയിൽ. എന്നാൽ മഴ പെയ്ത് അത് മുളച്ചു വരുന്നത് പോലെ എന്റെ വചനം വിശ്രമിക്കുവാൻ അനുവദിച്ചാൽ, അതിങ്ങനെ കുത്തിക്കൊണ്ടിരുന്നാൽ ഈ വിത്ത് വിളയത്തില്ല. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ വിത്ത് വളരത്തില്ല. എന്നാൽ അവിടെ അത് വിട്ടാൽ, ഇഫ് യു അലാവ് ഇറ്റ്, അവിടെ വിശ്രമിക്കുവാൻ അനുവദിച്ചാൽ, എന്നെ ഇവിടെ ഇട്ട ദൈവം എന്റെ മേൽ അത്ഭുതം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് അനങ്ങാതെ കിടന്നാൽ, വിശ്രമിച്ചാൽ, അതിന്റെ മേലൊരു കിളിർപ്പെന്റെ ദൈവം കൽപ്പിച്ചാക്കും. മോശേ, നീ വടി കളഞ്ഞിട്ട് അതിങ്ങനെ തട്ടി നോക്കാൻ നിന്നാൽ, എന്തെങ്കിലും പറ്റിയോ എന്നിങ്ങനെ ചെക്ക് ചെയ്യാൻ നിന്നാൽ ഒരു സൂത്രവും നടക്കത്തില്ല. എന്നാൽ നീ അത് എറിഞ്ഞു കളഞ്ഞ് അവിടെ നിന്നതുകൊണ്ട്, അത് പോയി എന്ന് കണക്കാക്കി അത് വിശ്രമിക്കുവാൻ വിട്ടതുകൊണ്ട്, ഇതാ നിർജീവമായി കിടക്കുന്നത് ജീവനോട് എഴുന്നേറ്റ് നിൽക്കുക. ഈ ആഴ്ചത്തെ പ്രാർത്ഥനയോടുകൂടെ 3 ആഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന പലതിനും അവിടെയും ഇവിടെയും ദൈവസന്നിധിയിൽ ഇട്ട് കളഞ്ഞ ചിലതൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചകൾ എന്റെ ദൈവം വെളിപ്പെടുത്തും എന്ന് എന്റെ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. നിർജീവമായത് എല്ലാം കൂടെ ഉണ്ടായിരുന്നത്, കയ്യിലാകെ ഉണ്ടായിരുന്നത്, എന്റെ ദൈവം എന്നെ വിളിച്ചു, എന്റെ ദൈവം അവന്റെ വാഗ്ദത്തങ്ങളോട് വിശ്വസ്തനാണ്, എന്റെ ദൈവം എന്റെ ഉള്ളിൽ പകർന്ന വിത്ത് അവന്റെ വചനം നഷ്ടമാകുവാൻ അനുവദിക്കത്തില്ല. അത് പിന്നെയും ഇളക്കേണ്ട ആവശ്യമില്ല. അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് പിന്നെയും നോക്കേണ്ട ആവശ്യമില്ല. അടുത്തവൻ അതിനെപ്പറ്റി എന്തു പറയുന്നു എന്ന് തിരക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവിക വചനം, എനിക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന ദൈവിക ആലോചന, എന്റെ മുൾപടർപ്പിൽ വെളിപ്പെട്ട ദൈവസ്വരം, അത് ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നു. എന്റെ ദൈവം എന്നോട് പറഞ്ഞത് അവന്റെ വാഗ്ദത്തങ്ങൾ അവൻ വിശ്വസ്തനായതുകൊണ്ട് എനിക്കത് സംഭവിക്കും എന്ന് ഹൃദയത്തിൽ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. നിന്റെ കയ്യിലെ നിർജീവമായ വടി ഒരിക്കൽ അത് ജീവൻ പ്രാപിച്ചാൽ, ഒരിക്കൽ അത് ജീവൻ പ്രാപിച്ചാൽ, ഒരിക്കൽ ആ വടിയിൽ, ആ അനുസരണത്തിൽ, ആ വിശ്വാസത്തിൽ ദൈവം മാന്യത കണ്ടാൽ, ആ വിശ്വാസത്തിന്റെ ശക്തി ഒന്ന് നോക്കിക്കോണേ. ദൈവം ആ വിശ്വാസത്തെ മാനിച്ചപ്പോൾ ആ മാന്യതയുടെ ബലമൊന്ന് നോക്കിക്കോണേ. രണ്ടാം ദൈവം പറഞ്ഞു, ആദ്യത്തെ പ്രാവശ്യം അടിച്ചത് പോട്ടെ, രണ്ടാമത്തെ പ്രാവശ്യം നീ അടിക്കണ്ടെന്ന് പറഞ്ഞില്ല, വടി എടുത്തോണ്ട് പോയി കൽപ്പിക്കാൻ പറഞ്ഞു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആദ്യമേ അടിച്ചു, വെള്ളം വന്നില്ല, അതുകൊണ്ട് രണ്ടാമത് അടിച്ചു. രണ്ടാമത് അടിച്ചപ്പോഴാണ് വെള്ളം വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ കൂട്ടിന് വന്നു, അത് പറഞ്ഞത് അനുസരിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ സമയമായിരുന്നത് കൊണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനയാണ്. ഒന്ന്, കർത്താവെ ഞാൻ ഈ അടിക്കുന്നതിനെ അനുഗ്രഹിക്കണേ, അത് പല പ്രാവശ്യം കൊട്ടിയാലേ വരത്തുള്ളൂ അനുഗ്രഹം. മറ്റേത്, കർത്താവെ അങ്ങ് എന്തോ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്നെ അത് കാണിച്ചാൽ ഞാൻ അതിനനുസരിച്ച് പൊക്കോളാം. പ്രൈസ് ദി ലോർഡ്. മോശയുടെ രണ്ടാമത്തെ പ്രാവശ്യം പാറയിലുള്ള അടി ഈ രണ്ടാമത്തെ ടൈപ്പായിരുന്നു, ആദ്യത്തെ ടൈപ്പായിരുന്നു. ദൈവഹിതപ്രകാരമുള്ളതല്ല, സ്വന്തം ഹിതപ്രകാരമുള്ളതായിരുന്നു. അതുകൊണ്ട് 2 പ്രാവശ്യം അടിച്ചിട്ട് മാത്രം വെള്ളം വന്നു. പക്ഷെ അതിനകത്തെ ശക്തി നോക്കിക്കോണേ. ദൈവം പറഞ്ഞതിന് വ്യത്യസ്തമായി അവൻ നിന്നിട്ടും അവൻ ഒരിക്കൽ ദൈവസന്നിധിയിൽ കാണിച്ച മാന്യത ദൈവം മറന്നില്ല. ദൈവം പറഞ്ഞു, ശരി, നീ കാണിക്കുന്നത് തെറ്റാണെങ്കിലും ആ വടിയോടുള്ള എൻ്റെ വിശ്വസ്തത അത് വെച്ച് തന്നെ ഞാൻ നിനക്കിട്ടും അടിക്കും, അത് വേറെ കാര്യം. പക്ഷേ അതിനോടുള്ള മാന്യത ഞാൻ മാറ്റത്തില്ല. ഒരിക്കൽ നീ എൻ്റെ സന്നിധിയിൽ ഇട്ടതാത് അതിനെ ഞാൻ മാനിച്ചിരിക്കും. നമ്മുടെ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്, മാന്യതകളുടെ ദൈവമാണ്. ഒരു പ്രാവശ്യം എൻ്റെ സന്നിധിയിൽ അത് വീണ് കിടക്കുവാൻ, അത് വേണ്ട കർത്താവ് എടുത്തോ, എല്ലാം കൂടെ അതേ ഉള്ളായിരുന്നു, അതും കൊണ്ടുവെക്കോ, ഇത് പോയാൽ ആട് പോയി, ഇത് പോയാൽ ജീവിതം പോയി, ഇത് പോയാൽ തിരിച്ച് വീട്ടിൽ കയറ്റുമെന്ന് അറിയത്തില്ല, ഇതും കൂടെ പോയ നാണക്കേടാ. ഇടയനാണെങ്കിൽ ആട് നോക്കാൻ അറിയണം, കുറഞ്ഞ വർഷം സ്വന്തം വടി നോക്കാൻ അറിയണം. എങ്ങാണ്ട് പേക്കനാവ് കണ്ടു, വെളിപ്പാട് കണ്ടെന്ന് പറഞ്ഞ് വടിയും കളഞ്ഞിച്ച് വരുന്ന നാണം കെട്ടവൻ എന്ന് പറഞ്ഞ് ലോകം എന്നെ പുച്ഛിക്കും. മിസ്രൈം വിട്ടാ ഞാൻ മിദ്യാനി വരുന്നത്, ഇനിയും ഇവിടെ ജീവിക്കാനൊക്കത്തില്ല, എന്നാലും കണ്ട വെളിപ്പാടിനോട് ഞാൻ മര്യാദ കാണിക്കുമെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്നത് എടുത്തിട്ട മോശെ, അതിനോടുള്ള മാന്യത ദൈവം മറക്കത്തില്ല. തലമുറകൾ അത് നിലനിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സിൽ ഈ വടിയോട് ദൈവത്തിന് അങ്ങ് സ്നേഹമായി. അഹരോനോടും ജനത്തോടും പറഞ്ഞു, എല്ലാവരും തെരഞ്ഞെടുപ്പ് ഏതാണെന്ന് അറിയണോ, വടി വെട്ടിക്കൊണ്ടുവാ. കാരണം പണ്ടൊരിക്കൽ ഒരു വടി വെച്ച് ഒരുത്തൻ എന്നെ പ്രസാദിപ്പിച്ചതാ, അതുകൊണ്ട് നീ നിമിത്തം എനിക്ക് വടിയോട് ഇഷ്ടമാ. ഹല്ലേലൂയ. മാറാ, വെള്ളം കയ്പാ, ദൈവം പറഞ്ഞു വടി വെട്ടിക്കൊണ്ടുവാ. എന്തിനാ കർത്താവേ വടി? പണ്ടൊരുത്തൻ വടിയോട് കാണിച്ച മാന്യത വടിക്ക് ദൈവസന്നിധിയിൽ മാന്യതയായി. Once you obey God, നീ ദൈവസന്നിധിയിൽ കാണിക്കുന്ന സമർപ്പണം, ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത, ദൈവസന്നിധിയിൽ വെക്കുന്ന വിശ്വാസം, ജനം അത് മറന്നാലും ദൈവം അത് മറക്കത്തില്ല. ദൈവം അത് മറക്കത്തില്ല. തലമുറകൾ ദൈവം അത് ഓർത്തിരിക്കും. നിന്റെ ആയുഷ്കാലം മുഴുവൻ ദൈവം അത് ഓർത്തിരിക്കും. ഈ രാത്രി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഭാരപ്പെടേണ്ട. ഡോൺ വറി. ദൈവത്തിൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചോ. ഈ രാത്രിയിൽ വിശ്വാസം മുറുകെ പിടിച്ചോ. വടി കളഞ്ഞേച്ച് വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ഉറപ്പ് അത് മുറുകെ പിടിക്കുക. ദൈവം തന്റെ അകത്ത് തന്നിരിക്കുന്ന ആരാധനയുടെ ബലം മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. ചിലതിനെ മുറുകെ പിടിക്കുവാൻ ഈ രാത്രി ഏൽപ്പിക്കപ്പെടുന്ന ദൈവമക്കൾ മാനിക്കപ്പെടും. മറക്കരുത്. മാനിക്കപ്പെടും. നിന്റെ കയ്യിൽ എന്തുണ്ട്? നിർജീവമായതോ ഇടന്റെ സന്നിധിയിൽ നിർജീവമായതുമായി എനിക്ക് നിന്നെ അയക്കുവാൻ ഒക്കത്തില്ല. ജീവനുള്ളതുമായി മാത്രമേ അയക്കുവാൻ കഴിയത്തുള്ളൂ. I cannot send something dead in your hand. നിന്റെ കയ്യിൽ മരിച്ചതുമായി എനിക്ക് നിന്നെ വിടുവാൻ കഴിയത്തില്ല മോശെ. അത് നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം എന്റെ ജീവൻ അതിലേക്ക് വ്യാപരിക്കത്തില്ല. എന്റെ സന്നിധിയിലോട്ട് വിട്ടതാ. എന്റെ വാഗ്ദത്തങ്ങൾ എന്റെ സന്നിധിയിൽ വിട്ടതാ. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന നന്മകൾ എന്റെ സന്നിധിയിൽ വിട്ടതാ. നീ അതിന്റെ മേലൊന്ന് ഉറങ്ങ്, അതിന്റെ മേലൊന്ന് വിശ്രമിക്ക്, അതിന്റെ മേലൊന്ന് ശാന്തമാക്. നീ ചെയ്യേണ്ടത് ചെയ്ത ശേഷം എന്റെ സന്നിധിയിൽ ഒന്ന് കാത്തിരിക്ക്. ഈ ഭൂമിയെ മുഴുവൻ ഉണ്ടാക്കിയ ശേഷം ഞാൻ 7-ാം നാളിൽ വിശ്രമിച്ചതുപോലെ നീ ചെയ്യേണ്ടതെല്ലാം ചെയ്ത ശേഷം അനുസരിച്ച ശേഷം ഒന്ന് വിശ്രമിക്ക്. നിന്റെ നിർജീവമായത് ജീവനോടെ എഴുന്നേൽക്കുന്നത്.
അബ്രഹാമേ, നിന്റെ വിശ്വാസം നിമിത്തം സാറായുടെ നിർജീവമായത് ജീവൻ വെക്കും. നിന്റെ കയ്യിലെ വടി അതാ, നീ അത് എൻ്റെ സന്നിധിയിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമെ, വീട്ട് വിട്ട് ഇറങ്ങുന്നുണ്ടേ ഭാര്യയെ കൂടെ കൊണ്ടുപോക്കണം. ഈ വടി മരുഭൂമി കിടക്കട്ടെ. എൻ്റെ വാഗ്ദത്തത്തിന് അനുസരണമായി ഈ വടി മരുഭൂമിയിൽ കിടക്കട്ടെ. എൻ്റെ സന്നിധിയിൽ ഇത് കിടക്കുമ്പം ഇത് ജീവൻ പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സന്നിധിയിൽ അത് കിടക്കട്ടെ. നിർജീവമായതിനെ ഞാൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്. അഹരോനെ, നിന്റെ വടി എൻ്റെ സന്നിധിയിൽ കിടക്കട്ടെ. നിന്റെ പേര് അതിലോട്ട് എഴുതിയിട്ടിട്ട് നീ പോയി കിടന്നുറങ്ങ്. ഞാൻ വിളിച്ചാൽ ഞാൻ പുഷ്പിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ വിളിച്ചാൽ നിന്റെ മേൽ പുഷ്പം വരുത്തുന്ന ദൈവം ഞാനാ. ഈ രാത്രിയിൽ ചില നിർജീവമായി കിടക്കുന്നത് ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവസനിൽ വിശ്രമിക്കുന്ന, വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളുടെ വിശ്വാസം ദൈവത്തെ ഒന്ന് കാണിക്കുക. ദൈവത്തെ ഒന്ന് കാണിക്കത്. എന്റെ ദൈവമേ, എന്റെ പ്രവൃത്തിയിൽ ഞാൻ എന്റെ വിശ്വാസം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്റെ സംസാരത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ വിഷമങ്ങളിൽ, എന്റെ ആഗ്രഹങ്ങളിൽ ഞാൻ അങ്ങയിലുള്ള വിശ്വാസം തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു പ്രൂവ് ഇറ്റ്. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. മോശയുടെ ജീവിതം പഠിച്ചാൽ ദൈവത്തിൽ നിന്ന് ആ ഒരു പാഠം ശരിക്കും അവന് മനസ്സിലായി. ബ്യൂട്ടിഫുൾ, പക്കാ മനസ്സിലായി. അതുകൊണ്ടാണ് യുദ്ധം കൂടുന്നോണ്ട് എല്ലാം കൈവെക്കുന്നത്. കർത്താവേ, ഒന്നുമില്ല, ഉണ്ടായിരുന്നത് പണ്ട് ചോദിച്ചപ്പോൾ ഇട്ടതാ. കൈ പൊങ്ങുന്നോണ്ട് യുദ്ധത്തിൽ ജയം. കാരണം എന്തോ? ദൈവത്തിൻ്റെ ഓർമ്മ. പർവ്വതത്തിൽ ഇവനെ വിളിച്ച അന്ന് എല്ലാം കൂടെ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ അവസാനത്തെ സ്ട്രോ, അവസാനത്തേത് വരെ അവൻ എൻ്റെ സന്നിധിയിൽ ഇട്ടവനാ. അതിനോട് ഞാൻ മാന്യത കാണിക്കുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ ദൈവത്തിൽ വിശ്വാസമിടുവാൻ എത്ര പേർ തയ്യാറാ? അവരുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചോട്ട് പറ, കർത്താവേ, എൻ്റെ കയ്യിലുള്ളത് അങ്ങയുടെ സന്നിധിയിൽ ഇടാൻ പോവാ. എന്നിട്ട് ഞാൻ വിശ്രമിക്കാൻ പോവാം. ഐ ആം നോട്ട് ഗോയിങ് ടു വറി. ഞാൻ ഭാരപ്പെടത്തില്ല. ഞാൻ വിശ്രമിക്കുവാൻ പോകുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ കയ്യിലുള്ളത് ഇട്ട ശേഷം ഞാൻ വിശ്രമിക്കുവാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതിനെ വളരെ മാറാക്കുന്നൊരു ദൈവം, നിർജീവമായതിനെ ജീവിപ്പിക്കുന്ന ദൈവം, ഈ ദർശനത്തെ ജീവിപ്പിക്കുന്ന ദൈവം അങ്ങ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നന്ദി. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ ഇതുവരെ തരാഞ്ഞ എൻ്റെ കയ്യിലുള്ള അവസാനത്തെ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനിയും ഇത് എൻ്റെ ആണെന്നുള്ള രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യത്തില്ല, ആ ഒരു രീതിയിൽ ഇടപെടത്തില്ല. ഇത് കർത്താവിൻ്റെതാണ്. കർത്താവ് ഇതിനെ ജീവിപ്പിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ഈ വിഷയത്തെ ജീവിപ്പിക്കണം. ഇതിനുമേൽ ഞാൻ വിശ്രമിക്കുവാൻ പോകുകയാണ്. ഇതിനുമേൽ ഇനി ഞാൻ ഭാരപ്പെടത്തില്ല. നന്ദിയോടെ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ, അങ്ങേ സ്തുതിക്കത്തേ ഉള്ളൂ. ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം ഞാൻ അങ്ങേ സ്തുതിക്കും. കാരണം എനിക്കറിയാം ഇതിനുമേൽ ദൈവഹിതം നടക്കാൻ പോവുക. എൻ്റെ ഈ വിഷയത്തിന് മേൽ ദൈവഹിതം നടക്കുവാൻ പോകുകയാണ്. എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല കർത്താവേ, അങ്ങേക്ക്